ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവിനെയാണ്. അപ്പൊ പല്ലവി കിച്ചണിൽ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിശേഷിയുണ്ട്, മോള് മാറി ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി സമ്മതിക്കുന്നില്ല. പല്ലവി സ്വന്തമായിട്ട് തന്നെ കുക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ്. സത്യത്തില് ഇന്നത്തെ കാലത്ത് പിള്ളേര് അടുക്കള കയറാൻ തന്നെ അവർക്ക് മടിയാ. അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മാത്രം മതി. അങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടികളാ കൂടുതലും എന്നൊക്കെ ഇങ്ങനെ പറയണം. എന്നാലും ഇങ്ങനെയൊക്കെ തീരുമാനിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറണമെങ്കിൽ തറവാട്ടിൽ തന്നെ ജനിക്കണം. ഇത് തറവാട്ട് മഹിമയാ എന്ന് ബേബി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് സേതുവും അതുപോലെ തന്നെ ഋതുവും സ്വാതിയും വന്നിരുന്നു. അപ്പൊ കഞ്ഞിയും പയറും ഒക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ആഹാ. അപ്പൊ ബേബി ചേച്ചിയോട് ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ടാൻ പറഞ്ഞു. എടുത്തോണ്ട് വന്നു. ബേബി ചേച്ചി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഇത് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ പല്ലവി. ഇത് വിളമ്പി കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് ഭയങ്കര തൃപ്തിയായി. പക്ഷേങ്കില് ഒന്ന് വിളമ്പി തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. പറ്റുമാവോ? അപ്പൊ പല്ലവി വിളമ്പി കൊടുക്കുക. അതെ, എനിക്ക് വൈകുന്നേരം സാലഡ് വേണമെന്ന് അറിയത്തില്ലേ? ഒരു സാലഡ് ഉണ്ടാക്കിക്കൊണ്ടു വാ. ഹലോ, പല്ലവി ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല ഇവിടെ ആജ്ഞാപിക്കാൻ. പിന്നെ ആരാ? വീട്ടുകാരിയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾ വേലക്കാരിയായിട്ട് തന്നെയാ അവിടെ കണ്ടിരിക്കുന്നത്. ഓ, അങ്ങനെയാണോ? അല്ലേ സ്വാതി? പിന്നല്ലാതെ അല്ലാതെ പിന്നെ എന്ത് യോഗ്യതയായി ഇവർക്കുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ പല്ലവി ഒന്നും മിണ്ടിയില്ല. ഡേ, നിന്നെ പഠിപ്പിക്കുന്നില്ലേ കോളേജില്? അത് തന്നെ യോഗ്യത, മനസ്സിലായോ? സേതുട്ടാ, അമ്മ കേക്കും, മിണ്ടാതിരിയും. ഹാ, അഹങ്കാരം പറയാൻ പാടില്ല സ്വാതി. അതെ, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് നികളിച്ചവരൊക്കെ റോഡിൽ കിടന്ന് മരിച്ചിട്ടുള്ളത്, മനസ്സിലായോ? എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നിനക്കൊക്കെ അടുക്കള കയറിയാലെന്താ? എല്ലാം പഠിക്കേണ്ടതല്ലേ? അതെ, ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട. എന്താ വേണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞോണ്ട് ഋതു. ഓ ശരി, ഉത്തരവ് ആയിക്കോട്ടെ. അപ്പൊ അതെ, കഞ്ഞിയും പയറും ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് ഋതു. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ പൂർണിമാമ്മ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇപ്പൊ ഈ കഴിക്കലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പല്ലവി. എന്റെ പൊന്നോ, ഇതെങ്ങനെ കഴിക്കും? അപ്പൊ പൂർണിമാമ്മ എനിക്ക് വന്നപ്പോ, അമ്മ എന്ത് പണിയാ കാണിച്ചത്? അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ മുറി കൊണ്ട് തന്നേനല്ലോ. ഇരുന്ന് കഴിച്ചാ നിങ്ങൾക്കൊപ്പം ഇരുന്ന് കഴിക്കുന്ന സുഖം കിട്ടുമോ? എല്ലാവരോടും ഇരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് ഈ അമ്മയ്ക്കൊന്ന് കാണണം, അത്രേ ഉള്ളൂ. അതിനാ ഇതാ പറ്റിയ സ്ഥലം. എന്ന അമ്മയിരിക്കെ ഞാൻ വിളമ്പിത്തരാം എന്ന് പറഞ്ഞ പല്ലവി വേഗം തന്നെ വിളമ്പി കൊടുക്കാണ് കേട്ടോ പൂർണിമാമ്മയ്ക്ക്. അല്ല, സാലഡ് വേണോ? വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു പല്ലവി. അയ്യോ വേണ്ട. അപ്പൊ പൂർണിമാമ്മയുടെ മുന്നിൽ നല്ല അഭിനയമാണല്ലോ. അല്ല, രാത്രി സാലഡ് കഴിക്കുന്ന പതിവുണ്ടായിരുന്നല്ലോ ഋതുവിന്, അതുകൊണ്ട് ചോദിച്ചാ. ആ പതിവൊക്കെ ഞാൻ മാറ്റീനെ. ഇപ്പൊ ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കും, അതാ എന്റെ ഒരു ശീലം. അപ്പൊ പൂർണിമാമ്മ ഒന്ന് ചിരിച്ചു കേട്ടോ. അല്ല, നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് വേഗം പൊരുത്തപ്പെടണമല്ലോ അല്ലേ അമ്മേ? ആ, അപ്പൊ ഒന്ന് ചിരിച്ചു. അതെ അതെ, സത്യം പറഞ്ഞാലേ മോളെ നീ വിളമ്പിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ സേതു ഒന്ന് ചുമച്ചു. കൊള്ളാം എന്നുള്ള മട്ടില്ല. മോളിരിക്കുന്നില്ലേ, ഞാൻ പിന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞ പല്ലവി ഇരുന്നില്ല. അപ്പൊ അതെ, കഞ്ഞി കുടിക്കുന്ന പതിവ് സാധാരണ എനിക്കില്ല. സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ കഞ്ഞിയും പയറും നല്ലത് ഋതു. അമ്മയ്ക്ക് എന്താണോ കഴിക്കാൻ പറ്റുന്നത് അത് നമ്മളും കഴിക്കണം. അതാ അതിന്റെ ഒരു ശരി, അല്ലേ? അല്ലേ അല്ലേ ഋതു? അങ്ങനെയല്ലേ നമ്മുടെ സ്നേഹമുള്ള മക്കളെ ലക്ഷണം? ആ, അത് ശരിയാ. അപ്പൊ ഋതുവിനൊന്നും മിണ്ടാനും പറ്റില്ല, ആകെ പെട്ടിരിക്കുകയാണ്. അല്ല, കഞ്ഞി വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേണമെങ്കിൽ സാലഡ് ഉണ്ടാക്കി കൊണ്ടുതരാം. അയ്യോ വേണ്ട വേണ്ട, കഞ്ഞി മതി കഞ്ഞി മതി, എനിക്കത് മതി എന്ന് പറഞ്ഞു. അപ്പൊ കാര്യം മനസ്സിലായി. സേതുവിനും പല്ലവിക്ക് ചിരി വന്നിട്ട് മയ്യ ഋതുവിന്റെ അഭിനയം കണ്ടിട്ട്. അപ്പൊ അവസാനം മനസ്സോടെ വാരി കഴിക്കുകയാണ് ഇങ്ങനെ ഇരുന്നോണ്ട്. ഓ, അപ്പൊ പൂർണിമാമ നോക്കിയിട്ട്, പണ്ട് പനി വന്നാ പോലും കഞ്ഞി കുടിക്കാത്ത ആളാ ഋതു, ഇപ്പതേ ഇരുന്ന് കഴിക്കുന്ന കണ്ടില്ലേ? ആ, സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നത് കൊണ്ട് അമ്മയത് അല്ലേ ഋതു എന്ന് ചോദിച്ചു പല്ലവി. ആ അതെ അതെ, ശരിയാ പറഞ്ഞത്, അതെല്ലാം കറക്റ്റാ. ഒന്നും മിണ്ടാൻ പറ്റിയല്ല. എന്നാ പിന്നെ കഴിക്ക, കുറച്ചു കൊടുത്തരട്ടെ അമ്മയ്ക്ക് എന്ന് ചോദിച്ചപ്പോ വേണ്ട എന്നും പറഞ്ഞു. ഇത് കണ്ണൂടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ അച്ചു ഒരിടത്ത് നിന്നിട്ട് അച്ഛന് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. പക്ഷേ അച്ചു ഫോൺ എടുക്കുന്നില്ല. മറ്റാരും അല്ല, നിഖിലാണ് വിളിക്കുന്നത്. ഇവൻ വിളിച്ചിട്ട് എടുക്കുന്നതേ ഇല്ല കേട്ടോ. ഇവിടെ കട്ടാക്കി വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ അച്ചു, എന്ത് പറ്റും മോളെ? നീ എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചോ. അയാൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ആര്? ആ നിഖില് എന്ന് പറഞ്ഞു. ഓ അതെയോ, എന്നാ നീ ഫോൺ എടുക്കാത്തത്? നീ എടുക്ക്, നീ സംസാരിക്ക എന്ന് പറഞ്ഞു. അതെന്താ മോളെ, നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ ദാ എന്ന് പറഞ്ഞു. അപ്പൊ സേതു ഫോൺ വാങ്ങിച്ചോ. അതെ, അച്ചു ഉറങ്ങി എന്ന് പറഞ്ഞു സേതു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവളോട് പറഞ്ഞേക്കാം.
അവളോട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെ അല്ലെങ്കിലും കെട്ടാൻ പോകുന്ന പെണ്ണിനോട് പറയുന്നത് അത് നേരിട്ട് പറയുന്നത് തന്നെയല്ലേ നല്ലത്, അതല്ലേ അതിന്റെ ഒരു ശരി. ആ എന്തോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു സേതു. ഞാൻ ഇതുപോലെ പാതിരാത്രി ആരെയും കോൾ ചെയ്യാറില്ല, അതുകൊണ്ട് മുൻപരിചയം കുറവാ എന്ന് പറഞ്ഞു സേതു. ഞാൻ ചെയ്യും, കാരണം അവന്തിക എന്റെ പെണ്ണ എന്ന് പറഞ്ഞു. ഓ ശരി ശരി, എന്നാ മോൻ വെച്ചോ, നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ സേതു വേഗം ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. ഇവന് അടി കിട്ടിയ പോലെ ആയി പോയി നിഖിലിന്. അപ്പൊ അച്ഛൻ ആകെ അപ്സെറ്റ് ആണ്. അച്ഛൻ എന്തോ ഭയങ്കര ടെൻഷൻ പോലെ കേട്ടോ. മോളെ മൊത്തത്തില് എന്തോ ഒരു പന്തികേടുണ്ട് അവന്റെ പെരുമാറ്റത്തില് എന്ന് സേതു പറയാ. നിനക്ക് ശല്യം സഹിക്കാൻ പറ്റില്ലെങ്കിൽ നീ പറഞ്ഞാ മതി, ഞാൻ ഇടപെടാം. അയ്യോ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. പിന്നെ എന്താ മോളെ നീ ഫോൺ എടുക്കാതിരുന്നത്? അത് പിന്നെ സംസാരിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെ എന്തിനാ എടുക്കുന്നതെന്ന് ഓർത്തിട്ടായേട്ടാ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണം, പറയാൻ മടിക്കണ്ട. ഒന്നുമില്ല ഏട്ടാ എന്ന് പറഞ്ഞു. ശരി എന്നാ അച്ചുയല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അച്ചു അങ്ങ് പോയി കേട്ടോ. പക്ഷെ സേതുവിന് എന്തോ ഒരു ടെൻഷൻ. ഇപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് വരുവാണ്. എന്താ സേതു ഏട്ടാ, എന്തു പറ്റി, എന്താ മുഖം അല്ലാണ്ടിരിക്കണത്? അച്ചുവിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് പോലെ തോന്നുന്നു. ചോദിച്ചിട്ട് അവളൊന്നും വ്യക്തമായിട്ട് പറയുന്നതുമില്ല. ഇനി ഞാൻ ചോദിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. താനൊന്ന് ചോദിച്ചു മനസ്സിലാക്കുവോ? എന്തെങ്കിലും ഉണ്ടോന്ന് ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക. അതെ, തന്നോടായതുകൊണ്ട് ചിലപ്പോൾ മനസ്സ് തുറന്ന് സംസാരിച്ചാലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവള് തുറന്നു പറയട്ടെ. ശരി എന്ന് പറഞ്ഞ പല്ലവി നമ്മുടെ അച്ഛനോട് സംസാരിക്കാൻ പോവാണ്. ഹാപ്പി അല്ലല്ലോ അച്ചു, കഴിക്കാനും കണ്ടില്ല, എന്ത് പറ്റി തനിക്ക് എന്ന് ചോദിച്ചു. അതെ, ആ നിഖിലിനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റണില്ല ചേച്ചി. ഞാൻ സ്വപ്നം കണ്ട ഒരാളെ അല്ല അയാള് എന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഇനിയിപ്പം എങ്ങനെയായിരിക്കുമെന്ന എന്റെ ഒരു ഭയം. അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോ മോളെ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. സേതുവേട്ടൻ ചോദിച്ചപ്പോ ഞാനൊന്നും പറഞ്ഞില്ല. ദേഷ്യം പിന്നെ പെട്ടെന്ന് ദേഷ്യം വന്നാലോ എന്നോർത്തിട്ടാ. എനിക്കറിയില്ല ചേച്ചി എന്ത് ചെയ്യണോന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാ. ഈ കല്യാണം വേണോ എന്ന് പോലും ഞാൻ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്താ അച്ചു നീ പറയുന്നത്? ഈ വീട് ഒരുങ്ങി കഴിഞ്ഞു, നിന്റെ കല്യാണത്തിന് പറ്റില്ലെന്ന് ചേച്ചി. ഒരുമാതിരി വല്ലാത്ത സ്വഭാവം അവൻ്റെത്. എന്താ പറയാ, ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഈ കല്യാണം നടന്നില്ലെങ്കിൽ രണ്ടാമത്തെ ആലോചനയാ. അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അച്ചുവിന്? എന്താ അച്ചു ഇങ്ങനെ എന്ന് ചോദിക്കാണ്. എന്താ ഞാനിപ്പൊ എന്താ ചേച്ചി ചെയ്യേണ്ടത്? ചേച്ചി പറയുന്നത് പോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഒരു റിസ്ക് എടുത്തതിന്റെ പേരില് ജീവിതം നശിപ്പിച്ചു കളഞ്ഞവളാ ഞാന്. അതുകൊണ്ട് ഇതുപോലൊരു കേസ് ഉപദേശിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല മോളെ. എങ്കിലും ഞാൻ ഉപദേശിച്ചാല് അത് ചിലപ്പോ ശരിയായെന്നും വരില്ല. എന്റെ ജീവിതം തന്നെ കണ്ടില്ലേ, ഇതിപ്പോ ഒരു കല്യാണ വീടാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാല് എന്ന് പറഞ്ഞു. അപ്പൊ അച്ചു കുറച്ചേരം നിന്നു. എന്നിട്ട് അച്ഛന് സങ്കടം വരുക. നമുക്ക് നോക്കാം, കാത്തിരിക്കാം, അല്ലാതെ പ്രാർത്ഥിക്കാം. ഇല്ലാതെ ഈ അവസാന നിമിഷം നമുക്കിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അച്ചു? ശരിയാ, ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ. വൈകിപ്പോയി, ഒരുപാട് വൈകിപ്പോയി. സാരമില്ല ചേച്ചി, ചേച്ചി ഓർക്കണ്ട, എന്റെ വിധിയാണെന്ന് ഓർത്ത് ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. ഒന്നും വലിയ ഏട്ടൻ തൽക്കാലം അറിയരുത്. സഹിക്കാൻ പറ്റില്ല ഏട്ടന്, അത് വലിയ സങ്കടാവും. ചേച്ചി പറഞ്ഞതാ ശരി. അമ്മയെ ഒന്ന് ഓർക്കണം, അല്ലാതെ ഈ കല്യാണം കൂടി മുടങ്ങിയാല് അമ്മയ്ക്ക് ചിലപ്പോ ഇത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാല് അത് ഞാൻ കാരണം. അയ്യോ അത് വേണ്ട ചേച്ചി എന്ന് പറഞ്ഞോടനെ അച്ചോ, ഈ കല്യാണം നടക്കട്ടെ, എല്ലാം എല്ലാം വരുന്നത് പോലെ വരട്ടെ, എന്റെ വിധിയാന്ന് ഞാൻ ഓർത്ത് സമാധാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അച്ചു കണ്ണൊക്കെ തൂത്ത് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അച്ചുവിന് ശരിക്കും നിഖിലിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഏതു പല്ലവിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പല്ലവി അങ്ങോട്ടേക്ക് വരികയാണ്. എന്ത് പറഞ്ഞു അച്ചു? ഒന്നുമില്ല. കല്യാണം അടുത്ത് വരുമ്പോ സാധാരണ പെൺകുട്ടികൾക്കുള്ള ഒരു പേടിയൊക്കെ ഉണ്ടല്ലോ, അത്രേ ഉള്ളോ? ആ അത്രേ ഉള്ളൂ സേതുവേട്ടാ, ഒരു കുഴപ്പമില്ല. വേറെ പേടിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല സേതുവേട്ടാ, ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴാ എനിക്കൊരു ആശ്വാസം നേരെ വീണത്. ശരിക്കും പറഞ്ഞാല് ഞാൻ പേടിച്ചു പോയി. എല്ലാം കല്യാണം വേണ്ടാന്ന് അവള് പറയുന്ന ഞാൻ വിചാരിച്ചത്. അങ്ങനെ പറഞ്ഞില്ലല്ലോ, സമാധാനം, ആശ്വാസം എന്ന് സേതു ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ പല്ലവി ആകെ ഒരു കള്ളത്തരം പറഞ്ഞതിന്റെ ഒരു ഫീലിങ്സ്. പിന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയാണ്. അപ്പൊ സേതു ഇതേ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കണം. അപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ഒരു കാറ് അങ്ങോട്ടേക്ക് വരികയാണ്, ഉന്നുമടത്തിലേക്ക്. അപ്പൊ നമ്മുടെ കുറുപ്പമാവനുണ്ട് കൂടെ, കൂടെ ഒരു വക്കീലും ഉണ്ട് കേട്ടോ കൂടെ. അപ്പൊ ആരാണെന്ന് മനസ്സിലായില്ല. അപ്പൊ സേതു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അല്ല ഇത് ആരാന്ന് മനസ്സിലായില്ല എന്നുള്ള മട്ടിലുള്ള നോക്കാം. മനസ്സിലായില്ലല്ലേ സേതു?
അഡ്വക്കേറ്റ് ഹരിചന്ദ്രൻ നമ്മുടെ ലീഗൽ അഡ്വൈസറുടെ മോന എന്ന് പറഞ്ഞു. അച്ഛന് തീരെ സുഖമില്ല, അതുകൊണ്ട് ഞാനായി ഇപ്പൊ ഓഫീസൊക്കെ നോക്കി നടത്തുന്നത്. മാധവ് മേനോൻ സാറിന്റെ വിൽപത്രം അത് ഫോളോ അപ്പിന് വേണ്ടി വന്നതാ. കോടതി നിർദ്ദേശങ്ങളെ കുറിച്ചൊക്കെ അറിയാലോ അല്ലേ? അതൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഞങ്ങളുടെ കടമ കൂടിയാ, അതുകൊണ്ടാ വന്നത് എന്ന് പറഞ്ഞു. ശരി, എന്നാ വാ, നിങ്ങൾ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് സേതു ഇവരെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പൊ എല്ലാവരും അകത്തേക്ക് വന്നു. പൂർണിമാമയും വന്നു കേട്ടോ. നമസ്കാരം, ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു പൂർണിമാമ. അതുപോലെ തന്നെ ഋതികയും സ്വാതിയും അച്ചും എല്ലാവരും ഉണ്ട്. കുറുപ്പമാവനും. സേതുമാധവൻ ഈ വീട്ടിൽ തന്നെയല്ലേ താമസം? അതെ. അല്ല, നിങ്ങൾ തമ്മിൽ വിൽപ്പത്രകാരം സന്തോഷത്തിലാകണം എന്നാണ് നിർബന്ധം, അങ്ങനെയാണോ? സന്തോഷത്തോടു കൂടി തന്നെയാ പോകുന്നത് എന്ന് പറഞ്ഞു. മാധവേട്ടൻ മരിച്ച ശേഷം ആരുമില്ല എന്നുള്ളൊരു തോന്നല് ഇപ്പൊ ഞങ്ങൾക്കില്ല. എന്താന്ന് വെച്ചാല് എന്തിനും ഏതിനും സേതു തന്നെയുണ്ട്, അതൊരു ധൈര്യ എന്ന് പറഞ്ഞു പൂർണിമാമ. ഒരാശ്വാസം. അപ്പം സ്വാധീനയും അതുപോലെ തന്നെ ഋതികയും അച്ചും ഒക്കെ അവിടെ നിൽപ്പുണ്ടല്ലോ. അപ്പൊ അവരോട് ചോദിക്കാണ്, ബാക്കിയുള്ളവർക്കും ഇത് തന്നെയല്ലേ അഭിപ്രായം? അതെ, ഏട്ടന്റെ തണലാ ഞങ്ങൾ എല്ലാവരും. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ മാറി അല്ലേ ഋതു? അതെ എന്ന് പറഞ്ഞു വേഗം ഋതു. സ്വാതി, അതെ. ശരിയാണോ ചേച്ചി പറഞ്ഞത് സ്വാതി എന്ന് ചോദിച്ചു. അപ്പൊ സ്വാതി വേഗം ഋതികയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. സേതുമാധവനെ നിങ്ങൾ ഏട്ടനെ അംഗീകരിച്ചോ? ഉവ്വ്, ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതെ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാല് ദീർഘമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുള്ളവരായിരുന്നു മാധവൻ. അല്ലെങ്കിൽ ഇങ്ങനൊരു വിൽപത്രം എഴുതി വെക്കില്ലല്ലോ. മാധവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടക്കുന്നുണ്ട്. പൊന്നും മഠം ഇപ്പൊ ശരിക്കും പൊന്നുകൊണ്ടുള്ളൊരു മഠമായി മാറിക്കഴിഞ്ഞിരിക്കുക. അവന്തികയുടെ അല്ലേ വിവാഹം നടക്കേണ്ടത്? അതെ, അവളുടെ തന്നെയാ. ആ കല്യാണം നല്ല രീതിയിൽ നടക്കണം. അതിനെന്തെങ്കിലും കുറവോ ബുദ്ധിമുട്ടോ വന്നാൽ വരും എന്നല്ല, പിന്നെ അതോടെ വിൽപത്രം അസാധുവാകും. പിന്നീട് എന്താ സംഭവിക്കുക വെച്ചാല്, അങ്ങനെ സംഭവിച്ചാൽ മാധവ് മേനോനും 60% സ്വത്തുക്കളും ഈ 3 പെൺമക്കൾക്ക് മാത്രമായിട്ട് വിഭജിക്കപ്പെടും. ഇത് കേട്ടപ്പോഴത്തേനും മൃദുവിന്റെ കണ്ണിക്കൂടെ എന്താ പറയാ, ഒരു പൊൻ ഈച്ച പറന്നു എന്നൊക്കെ പറയാം. അതുപോലത്തെ ഒരു അവസ്ഥയിലായി ഋതു. ഭയങ്കര സന്തോഷം. അപ്പൊ ഈ കല്യാണത്തിന് എന്തെങ്കിലും സംഭവിച്ചാല് ഇയാളുമായിട്ടുള്ള ഇത് ഒഴിവാകുമല്ലോ എന്നാ പെട്ടെന്ന് വിചാരിച്ചത്. രണ്ടാമത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേതുവിന്റെ വിവാഹത്തെ പറ്റി. 1 വർഷത്തിനുള്ളിൽ സേതുവിന്റെ വിവാഹം നടക്കണം, ഇല്ലെങ്കിലും വിൽപത്രം അസാധുവാകും എന്ന് പറഞ്ഞു വക്കീല്. അപ്പൊ ഇവരിങ്ങനെ നിന്നപ്പോഴത്തേനും അതിന് പ്രശ്നമൊന്നുമില്ല വക്കീലെ, സേതുവിന്റെ വിവാഹം ഉടനെ ഉണ്ടാവും വക്കീലെ. അച്ചുവിന്റെ കല്യാണം കഴിക്കാനായിട്ട് കാത്തിരിക്കുക ഞങ്ങള്, അല്ല മോനെ? ആ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം സേതുവിന് നാണം വന്നു. അപ്പൊ കുറുപ്പമാവൻ പറയാണ്, അവന് നാണം വന്നു കേട്ടോ. അതെ, പെൺകുട്ടിയെ വരെ ഞങ്ങൾ കണ്ടുവച്ചിരിക്കുക, ഇനിയിപ്പൊ മുഹൂർത്തം കുടിക്കണം, കെട്ടണം, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അച്ചു. അപ്പൊ അല്ല, ഓവർ കോൺഫിഡൻസ് വേണ്ട, കല്യാണമാണ്, നടന്നാലേ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതെന്താ അങ്ങനെ പറഞ്ഞത് ഋതിക? അല്ല, ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ചിലപ്പോൾ വരാലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ, ശരി. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഒന്നും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കുറുപ്പമാവൻ. എല്ലാം മംഗളകരമായിട്ട് തന്നെ എല്ലാം നടക്കും, ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാവരും ഇരുന്നു. അച്ചുവിന്റെ കല്യാണവും നടക്കും, സേതുവിന്റെ കല്യാണവും നടക്കും. ഈ പൊന്നുമടമായിട്ട് തന്നെ ജീവിക്കുകയും ചെയ്യും. മാധവന്റെ ആഗ്രഹം എന്തായിരുന്നോ അത് നടന്നിരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ വക്കീലിന് വന്നു, കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. അതിനുശേഷം അതെ, അത് തന്നെയായി എന്റെയും പ്രതീക്ഷ എന്ന് പറഞ്ഞു പൂർണിമാമേ. ശരി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ വക്കീല് നേരെ പുറത്തോട്ട് പോവാണ്. പുറത്തേക്ക് പോയപ്പോഴത്തേനും ഋതു പുറകെ വെച്ച് അങ്ങ് പിടിപ്പിച്ചു കേട്ടോ. എന്താ വക്കീലിനോട് ചോദിക്കാനായിട്ട്? വക്കീലെ, 1 മിനിറ്റ്, ഒരു വിവരം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താ? ചോദിച്ചോളൂ. വിൽപ്പത്രത്തിലെ 10% സ്വത്ത് വേറെ ആരുടെയോ പേരിൽ എഴുതി വെച്ചിട്ടില്ലേ അച്ഛൻ? അത് ആരുടെ പേരിലായിരുന്നു? നിങ്ങൾ ആരും ഞങ്ങളുടെ മുന്നിൽ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ, അതെന്താ? ആരാ വക്കീലെ ആ സ്വത്തിന്റെ അവകാശി? അതൊരു രഹസ്യ, അത് പറയാനുള്ള അവകാശം ലീഗൽ അഡ്വൈസർ എന്ന നിലയ്ക്ക് എനിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ പറയാം, നിങ്ങൾ 4 മക്കളും ഒരുമിച്ച് നിന്നാൽ ആ 10% ഓഹരി പുറത്തേക്ക് പോകില്ല. അതേസമയം നിങ്ങൾ 4 പേരും ഭിന്നിച്ച് കഴിയാനാ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് പുറത്തു പോവുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, പോയാൽ അതൊരു അപകടമാണ്, അത് വലിയൊരു ദുരന്തത്തിന് തുടക്കമായിരിക്കും. അതെന്താ വക്കീല അങ്ങനെ പറയണത്? കൂടുതലൊന്നും ചോദിക്കരുത്. അതെ, പിന്നെ അല്ലെങ്കിൽ കുഴഞ്ഞു പോവും.
തൽക്കാലം ആകെ പ്രശ്നമാകും എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വക്കീൽ അങ്ങ് പോയി. അപ്പൊ റിതുവിനൊരു സംശയം, ഇതെന്താ അങ്ങനത്തെ ഒരു വിൽപത്രം, ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ. അപ്പൊ കുറുപ്പമാവനൊക്കെ അങ്ങോട്ടേക്ക് അവിടെ ഇരുന്ന് വർത്തമാനം പറയുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ പൂർണിമാമയോട് ചോദിക്കുകയാണ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ കല്യാണം അത് സേതു ഓടി നടന്ന് ചെയ്തോളും, എങ്കിലും കുറുപ്പമാവന്റെ എല്ലാ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അത് പിന്നെ പറയണോ, ഒരു കാർന്നവരുടെ സ്ഥാനത്ത് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പൂർണിമാമ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഋതു അങ്ങോട്ടേക്ക് വന്നിട്ട്, എന്തിനാ വക്കീലിനെ ഒറ്റയ്ക്ക് കാണാൻ പോയത്? വെറുതെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ട്. അച്ഛനേക്കാൾ മിടുക്കനാ മകൻ. അതെ 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 അതെനിക്കും തോന്നി എന്ന് പറഞ്ഞു ഋതിക. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചപ്പം, അല്ല സേതുവിനെ പെണ്ണ് കണ്ടു വെച്ചിരിക്കുന്നു പറഞ്ഞല്ലോ, ആരാത് എന്ന് ചോദിച്ചു കുറുപ്പേട്ടൻ. അതൊക്കെ ഉണ്ട്, പേര് പറയട്ടെ? അയ്യോ പറയല്ലേ എന്ന് പറഞ്ഞ സേതു അവിടെ നിപ്പണ്ട. പ്രേമാണോ? അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ പ്രേമിക്കാൻ പറ്റിയ ഒരാള് കണ്ടാ മതി. എന്താണ് ഈ സേതുവിനൊരു കുറവ് എന്ന് ചോദിച്ചു പൂർണിമാമ. അല്ല നല്ലാണെന്നാമേ ഞാൻ പറഞ്ഞത്. പെണ്ണൊന്ന് മോഹിക്കും. മോഹൻലാലിനെ പോലെയല്ലേ ഇരിക്കണത്. ആ താടിയും മീശയും പിന്നെ ആ മുണ്ടി മടക്ക് കുത്തലും ഒക്കെ കൂടി കണ്ടാല് ഇത്രവും പൗരുഷമുള്ള ഒരാളെ ഏത് പെണ്ണാ ഇഷ്ടപ്പെടാത്തത്? ഓഹോ എന്നെ ആക്കി സംസാരിച്ചതല്ലേ എന്ന് ചോദിച്ചു സേതു. അല്ല, അയ്യോ അല്ല, ഒരിക്കലും അല്ല, ഞാൻ സത്യസന്ധമായ കാര്യം മാത്രം പറഞ്ഞത്. സേതുവേട്ടനൊരു ഹീറോ അല്ലേ, വെറും ഹീറോ അല്ലല്ലോ. ഇനി അങ്ങോട്ട് സേതുവേട്ടനായിരിക്കും നമ്മുടെ നാട്ടിലെ നായിക സങ്കല്പങ്ങളെ മാറ്റാൻ പോകുന്നത്. അല്ലെങ്കിൽ നോക്കിയോ, താങ്ക് യു, വെൽക്കം എന്ന് പറഞ്ഞ് ഋതു അങ്ങോട്ടേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോ, മോളെ ഋതു നീ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ സേതു അങ്ങോട്ടേക്ക് മാറിയപ്പോ ഇവര് രണ്ടുപേരും അപ്പുറത്തേക്ക് മാറിയെന്ന് ഭയങ്കര ചിരിച്ച സംസാരിക്കുന്നതാ. നല്ല അസലായിട്ട് നീ തല അഭിനയിക്കുന്നുണ്ടല്ലോ. അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ട് വലിയ വാരിക്കോരി അങ്ങോട്ട് വെതറാണല്ലോ എന്ന് പറഞ്ഞു. അതെ, എനിക്ക് മനസ്സിലായി എന്നാണോടി നീ കരുതിയത്? മനസ്സിലാക്കാൻ തന്നെയാ ഞാൻ പറഞ്ഞത്. ഒരു ഹീറോ വന്നിരിക്കുന്നു. നിങ്ങളെ ഹീറോ അല്ല, നിങ്ങളെ ബിഗ് സീറോയാണ്. സീറോ, മനസ്സിലായോ? എന്നിട്ട് ഇവരിങ്ങനെ ചിരിച്ച സംസാരിക്കുന്ന കേട്ടോ. തന്നെ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ലടോ, അതെ കണ്ടാലും മതി അയാളുടെ ഒരു കോലം എന്ന് പറഞ്ഞു. ശരി അതെ, മോഹൻലാലാണെന്നൊക്കെ പറഞ്ഞില്ലേ? അതെ, അതുകൊണ്ട് ഈ മോഹൻലാൽ എവിടെ കിടക്കുന്നു, ഈ ഞാൻ എവിടെ കിടക്കുന്നു? അതെ, ശരിക്കും ഫാൻസുകാർ അറിഞ്ഞാൽ ചിലപ്പോ പ്രശ്നം ഉണ്ടാവും കേട്ടോ. അയ്യോ, പ്രശ്നം ഉണ്ടാക്കണം തന്നെ അവർ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലണം, അതാ എന്റെ ഒരു ആഗ്രഹം. എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് ഇവര് ഭയങ്കര ചിരിച്ച് സംസാരിച്ചു എന്നുള്ള മട്ടിൽ വരുത്തി തീർത്തിട്ട് ഋതു അങ്ങോട്ടേക്ക് കയറിപ്പോയി. അപ്പൊ രണ്ടുപേരും എപ്പോഴും ഉടക്ക് തന്നെയാണ് കേട്ടോ. എന്നിട്ട് സേതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.